ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 19 ശ്ലോകം 9 ഇനി പറയാനുള്ളത്. പ്രചേതസ്സുകൾ എന്തിനു വേണ്ടി തപസ് ചെയ്തുവോ ആ ലക്ഷ്യവും അതിനപ്പുറം ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്നും പുറത്തു വന്നു. പിന്നെ അവരുടെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളാണ് 9 ശ്ലോകത്തിൽ പറയുന്നത്. അവർ തപസ്സിന് ശേഷം പുറത്തു വന്നപ്പോൾ ഭൂമി എങ്ങനെയായിരുന്നു? മരങ്ങളങ്ങോട്ട് നിറഞ്ഞുണ്ടായിരുന്നു. അവരുടെ അച്ഛനായിട്ടുള്ള പ്രാചീന ബർഹിസ് രാജ്യം വിട്ട് തപസ്സിനായിട്ട് പോയി. നാരദ മഹർഷി ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇങ്ങനെ യാഗം ചെയ്യല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിമാരെ ഭരണം ഏൽപ്പിച്ച് തപസ്സിനായി പോയി. അപ്പോൾ ഒരു അരാജകത്വം ഉണ്ടായി. വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിവുള്ളവരില്ലാതായി. പ്രചേതസ്സുകളാണ് മക്കൾ, അവരാണെങ്കിലോ തപസ് ചെയ്യാണ്. അതുകൊണ്ട് ഭൂമി മുഴുവനും അലങ്കോലപ്പെട്ടു. എല്ലാ ദിക്കിലും മനുഷ്യന്മാർക്ക് വസിക്കാനിടമില്ലാതെ മരങ്ങൾ തിങ്ങി നിറഞ്ഞതായിട്ട് പ്രചേതസ്സുകൾ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന് അവരുടെ രാജധാനിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് വല്ലാതെ ദേഷ്യം വന്നു. പ്രചേതസ്സുകൾ ആ വൃക്ഷങ്ങളെയൊക്കെ ദഹിപ്പിക്കാനായി ആഗ്രഹിച്ചു. അപ്പോൾ അവരിൽ നിന്ന് തന്നെ വായുവും അഗ്നിയും വന്ന് എല്ലാം ദഹിപ്പിക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് മരങ്ങളൊക്കെ ദഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മാവിന് വല്ലാതെ വിഷമായി. എല്ലാം ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളല്ലേ. മാത്രമല്ല പരിതസ്ഥിതി സസ്യങ്ങളില്ലെങ്കിൽ എല്ലാം താറുമാറാവും. അതുകൊണ്ട് ബ്രഹ്മാവ് വന്നിട്ട് നിർത്തൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാമഹൻ്റെ വർത്തമാനം കേട്ട, ഉപദേശം കേട്ട പ്രചേതസ്സുകൾ ഉടനെ തന്നെ നിർത്തി. അത് ആ ഗുരുത്വം കണ്ടപ്പോൾ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. അവശേഷിച്ച വൃക്ഷങ്ങൾ അവരുടെ മകളായിട്ടുള്ള മാരിഷയെ, വനപുത്രിയെ, ഇവർക്ക് പ്രചേതസ്സുകൾ 10 പേർക്കും കൂടി സ്നേഹത്തോടുകൂടി വിവാഹം ചെയ്തു കൊടുത്തു. ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ എത്രയോ ദശലക്ഷവത്സരം എന്നൊക്കെ പറഞ്ഞില്ലേ, അത്രയും കാലം അവർ സുഖമായിട്ട് ജീവിച്ചു. അതാണ് ഈ 9 ശ്ലോകത്തിൽ. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിത ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യ താം ത്വദുക്തകാലം സുഖിനോ അഭിരേമിരേ. അർത്ഥം, തഥാ അനന്തരം ഭഗവാൻ ഇവരുടെ തപസ്സിൽ പ്രസന്നനായി അവർക്ക് വരങ്ങൾ നൽകിയതിന് ശേഷം ഭൂതലരോധിന തരൂൻ, ഭൂതലത്തിൽ ഭൂമിയിൽ മുഴുവനും നിറഞ്ഞ് ഭൂമിയെ മൂടിക്കൊണ്ട് രോധനം ചെയ്ത് തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന തരൂൻ വൃക്ഷങ്ങളെ, ക്രുധ വൃക്ഷങ്ങളെ കണ്ടിട്ട് ക്രോധത്തോടുകൂടി ദഹന്ത ദഹിപ്പിക്കാൻ തുടങ്ങി. പ്രചേതസ്സുകൾക്ക് കോപം വന്നു. അവരിൽ നിന്നും അഗ്നിയും വായുവും പുറപ്പെട്ടു. അലങ്കോലപ്പെട്ട് തോന്നിയതുപോലെ വളരുന്ന വൃക്ഷങ്ങളെ അവർ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് വരികയാണ്. ദ്രുഹിണേന വാരിതാച, വാരിത എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടു. ദ്രുഹിണ ബ്രഹ്മാവിനാൽ തടയപ്പെട്ടവരായി. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞ ഉടനെ തന്നെ അവർ സമ്മതിച്ചു, മനസ്സിലാക്കി. ഗുരുത്വത്തോടുകൂടി അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചു. വായുവിനെയും അഗ്നിയും ഒക്കെ പിൻവലിച്ചു. വൃക്ഷങ്ങൾ കുറേ ബാക്കിയായി, കത്തിപ്പോവാതെ ദഹിക്കാതെ നിന്നു. തേച്ച ദ്രുമൈ ദത്താം താം, അപ്പോൾ ആ പ്രചേതസ്സുകളാകട്ടെ തേ ദ്രുമൈ വൃക്ഷങ്ങളാൽ ദത്താം നൽകപ്പെട്ട ബാക്കിയുള്ള വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. ഇവരിത്രയും ഗുരുത്വമുള്ളവരാണ്, അപ്പോൾ ഇവർ ഞങ്ങളുടെ മകളെ നന്നായി നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച് അവരുടെ മകളെ കൊടുക്കുകയാണ്. അവർ വളർത്തി വലുതാക്കിയ മാരിഷയെ, താം തനയാം അവരുടെ പുത്രിയെ, അവാപ്യ പ്രചേതസ്സുകൾ ആ പുത്രിയെ പ്രാപിച്ചു, അവർക്ക് വധുവായി അവർ സ്വീകരിച്ചു. ത്വദുക്തകാലം, അങ്ങ് എത്ര കാലം അവരോട് സുഖമായിട്ട് താമസിച്ചു കൊള്ളാൻ പറഞ്ഞത്? ദശലക്ഷവത്സരാണ്, 10 ലക്ഷം വർഷങ്ങൾ സുഖിന വളരെ സുഖത്തോടുകൂടി ആനന്ദിച്ചുകൊണ്ട് അവർ അവരുടെ ഗൃഹസ്ഥ ജീവിതം നയിച്ചു.
അഭിരേമിരേ, സന്തോഷത്തോടുകൂടി അവർ അത്രയും കാലം ആ ഒരു ഭാര്യയും പ്രചേതസ്സുകൾ 10 പേരുമായി ഭഗവാന്റെ അനുഗ്രഹം എന്നതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിച്ചു. ഓരോ വരികളായിട്ട് നോക്കുകയാണെങ്കിൽ, തതശ്ച, അതിനുശേഷം വരങ്ങൾ ലഭിച്ചതിന് ശേഷം, തേ, ആ പ്രചേതസ്സുകൾ 10 പേരും ഭൂതലരോധിനസ്തരൂൻ, ഭൂതലത്തെ മുഴുവനും മൂടുവാൻ തുടങ്ങിയ വൃക്ഷങ്ങളെ ആണ് കണ്ടത്. ക്രുധാ ദഹന്തോ, ക്രോധത്തോടുകൂടി അവയെ ദഹിപ്പിക്കുന്നത് പോലെ ഉള്ള പ്രവൃത്തി തുടങ്ങി. വായുവും അഗ്നിയും കൂടി വൃക്ഷങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ദ്രുഹിണേന വാരിതം, ബ്രഹ്മാവിനാൽ തടയപ്പെട്ടു. അങ്ങനെ ചെയ്യരുത്, പ്രകൃതി സന്തുലനം ഇല്ലാതാകും എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. ദ്രുഹിണേന വാരിത, തടയപ്പെട്ടു എന്നാണ് വാരിത എന്ന് പറഞ്ഞത്. ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യതാം, ദ്രുമങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് വളരെ സന്തോഷമായി. അവർ മകളെ മാരീഷയെ അല്ലെങ്കിൽ വനപുത്രിയെ, വാർക്ഷിയെ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആ അതിസുന്ദരിയായിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള അവരുടെ മകളെ പത്നിയായിട്ട് സ്വീകരിച്ചു. തനയാം അവാപ്യതാം, തനയാം വൃക്ഷങ്ങളുടെ മകളെ അവാപ്യ, അവർ പ്രാപിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു. ത്വദുക്തകാലം, ഭഗവാനെ അങ്ങ് പറഞ്ഞ അത്രയും കാലം. ഇപ്പോൾ 10 ലക്ഷം എന്നൊക്കെ കൂട്ടി അങ്ങനെ ഒരു അതിശയോക്തിയിൽ പറയണതായിരിക്കും. സുഖിനോ അഭിരേമേ, സന്തോഷത്തോടുകൂടി രാജകീയമായിട്ട് അവർ ജീവിച്ചു. യാഗം നടത്തി അതിലൊരു ആസക്തനായിട്ടുള്ള പ്രാചീന ബർഹസ് നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട് ബുദ്ധി വേണ്ടത്ര തെളിഞ്ഞ് പുത്രന്മാർ മടങ്ങി വരാൻ പോലും കാത്തു നിൽക്കാതെ നാരദര് നൽകിയ ആത്മജ്ഞാനത്താൽ പ്രചോദിതരായിട്ട് മന്ത്രിമാരെ ഭരണമേൽപ്പിച്ചുകൊണ്ട് കപിലാശ്രയത്തിൽ തപസ്സിന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആണ് ആരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ ആയപ്പോൾ ഭൂമിയിൽ മരങ്ങൾ നിറഞ്ഞു. സകല ജീവികൾക്കും സസ്യങ്ങൾക്കും മനുഷ്യന്മാർക്കുമൊക്കെ ഭൂമി വേണ്ടേ, അതുകൊണ്ടാണ് പ്രചേതസ്സുകൾക്ക് ദേഷ്യം വന്നത്. എന്നാലും ഭഗവാന്റെ അനുഗ്രഹമുള്ള അവർ അവരുടെ ഗുരുസ്ഥാനത്തുള്ള ബ്രഹ്മാവ് വന്ന് പറഞ്ഞത് ഉടനെ തന്നെ അനുസരിക്കുകയും ക്രോധമില്ലാതാവുകയും ചെയ്തു. ആ സൽസ്വഭാവം കണ്ട് സന്തുഷ്ടരായിട്ടുള്ള വൃക്ഷങ്ങൾ, അവരുടെ കയ്യിലുള്ളത് അവരുടെ മകളാണ്. ആ മകളെ ഇവർക്ക് സമ്മാനമായിട്ട് പത്നിയായിട്ട് നൽകി അവരങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. തതശ്ച തേ ഭൂതലരോധിനസ്തരുൻ ക്രുധാ ദഹന്തോ ദ്രുഹിണേന വാരിതാ ദ്രുമൈശ്ച ദത്താം തനയാം